ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ആരിയുടെ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. അതിനായിട്ട് ഞാനൊരു ഹാർട്ട് ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം അകത്ത് ഫുള്ളും ഫില്ല് ചെയ്തിട്ട് പിന്നെ ഔട്ട്ലൈനും കൊടുക്കാം. അല്ലെങ്കിൽ ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അകത്ത് ഫുള്ളും ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടും സ്റ്റിച്ച് ചെയ്യാം. ഞാനിതിൽ ഔട്ട് സൈഡ് ഫുള്ളും ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഔട്ട് സൈഡ് ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അകത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പുറത്തൊരു ഷോർട്ട് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ആ സെൻറ്ററിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിക്ക് ലോങ് ചെയിൻ സ്റ്റിച്ചാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഇങ്ങ് താഴെ അറ്റം വരയ്ക്കും നമുക്ക് ലോങ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ എൻഡിൽ നമ്മൾ വന്നതിന് ശേഷം നമുക്ക് ആ സ്റ്റിച്ചിൻ്റെ പുറത്തൊരു ഷോർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി തിരിച്ച് നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ ആദ്യം നമ്മൾ ലോങ് ചെയിൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ സെൻറ്ററിലായിട്ട് അടുത്ത സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓരോ ലോങ് ചെയിൻ സ്റ്റിച്ചിൻ്റെയും സെൻറ്ററിലായിട്ട് അടുത്തും നമ്മളിതുപോലെ തന്നെ ലോങ് ചെയിൻ സ്റ്റിച്ച് ചെയ്താണ് അടുത്തങ്ങ് അറ്റം വരെ പോകേണ്ടത്. വീണ്ടും അതുപോലെ സ്റ്റിച്ച് ചെയ്ത് ആ എൻഡിൽ വരുമ്പോൾ തന്നെ വീണ്ടും അതുപോലെ ആ സ്റ്റിച്ചിൻ്റെ പുറത്തായിട്ട് ഒരു ലോങ് സ്റ്റിച്ച് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അതുപോലെ തിരിച്ച് വീണ്ടും നമുക്കതുപോലെ ഇങ്ങ് തിരിച്ച് താഴേക്ക് വരണം. അപ്പോൾ നമ്മൾ വീണ്ടും ചെയിൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ സെൻറ്ററിലായിട്ട് ലോങ് ചെയിൻ സ്റ്റിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്ത് വരേണ്ടതാണ്. ഈ പ്രോസസ്സ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓരോ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്ന ലോങ് ചെയിൻ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലായിട്ട് അടുത്ത സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. തിരിച്ച് വീണ്ടും ആ ലോങ് സ്റ്റിച്ചിൻ്റെയും സെൻറ്ററിലായിട്ട് അടുത്ത സ്റ്റിച്ച് വരുന്ന രീതിക്ക് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടേ പോകാൻ. ഗ്യാപ്പൊന്നുമില്ലാതെ ചേർത്ത് നീറ്റായിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. സ്റ്റിച്ച് ചെയ്തിട്ട് ആ എൻഡിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പുറത്ത് വേണം ഒരു ഷോർട്ടായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് വേണം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും തിരികെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. രണ്ട് സൈഡും അതുപോലെ തന്നെ ഒരു ഷോർട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. നിങ്ങൾക്ക് ആരി വർക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോസ് എല്ലാം ഒന്ന് നിങ്ങൾക്ക് ആരി വർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്താൽ ഇത് ആർക്കൊക്കെ വേണ്ടതോ അവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാതെ തന്നെ അത് പോയി ചേരുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ആരി വർക്ക് അത് ചെയ്യുന്നത് കാണുമ്പോൾ അയ്യോ ഇതെങ്ങനെ ഞാൻ ചെയ്യുമെന്ന് ആരും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമ്മളെ കൊണ്ട് പറ്റാത്തതൊന്നും തന്നെയില്ല. അതുകൊണ്ട് ആദ്യം തൊട്ടേ നിങ്ങൾ എൻ്റെ ചാനലിൽ വീഡിയോസ് ഒന്ന് എടുത്ത് കണ്ട് നിങ്ങൾ പഠിക്കാവുന്നതാണ്. എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ടും ഇത് പറ്റും. അതുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫസ്റ്റ് തൊട്ടേ നിങ്ങളത് ഫോളോ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നിങ്ങളെ കൊണ്ടും അത് സ്റ്റിച്ച് ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റും. നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്യണമെന്നുള്ള ഇൻട്രസ്റ്റ് മാത്രം ഇരുന്നാൽ മതി. ഉറപ്പായിട്ട് പറ്റും. നിങ്ങളെല്ലാവരും പഠിക്കുക. അതുപോലെ തന്നെ ഹാൻഡ് എംബ്രോയിഡറി വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് എടുത്ത് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ നിങ്ങളെല്ലാവർക്കും ഇതുപോലെ ആരി വർക്ക് പഠിക്കാവുന്നതാണ്. നമുക്ക് പുറത്ത് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിലും നമ്മുടെ ഡ്രസ്സിൽ നമുക്കിതുപോലെ ചെയ്തിടാവുന്നതാണ്. നമ്മുടെ ഡ്രസ്സിൽ നമ്മുടെ മക്കളുടെ ഡ്രസ്സിലൊക്കെ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ സ്റ്റിച്ച് ഫുള്ള് നമ്മൾ ഒരു സൈഡ് ഫുള്ള് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത സൈഡ് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിത് സെൻറ്ററിലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തത്. പക്ഷേ സെൻറ്ററിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ചരിച്ചിട്ട് മുകളിൽ നിന്ന് ചരിച്ചുള്ള ലൈനിൽ നിങ്ങൾക്ക് അങ്ങനെ ചരിച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ഒരു ലൈൻ വീഴുന്നത് പോലെ ഹോളൊക്കെ വീണിട്ടുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അതിനൊരു ബോർഡർ സ്റ്റിച്ച് കൂടെ ഒന്ന് കൊടുത്താൽ നമുക്ക് ഫിനിഷിങ് കൂടി കുറച്ച് നന്നായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.